നമസ്കാരം. മലയാളികളെ പ്രിയപ്പെട്ട സീരിയൽ താരം രേഖ രതീഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കുറച്ചു നാളുകളെ കടന്നുപോവുകയായിരുന്നു. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്യുന്ന യൂട്യൂബർമാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി നൽകിയെന്നും തന്റെ അവസാന പ്രതീക്ഷയാണ് അദ്ദേഹമെന്നും രേഖ പറയുന്നു. മറുനാടൻ മലയാളി, എബാ ഡിബേറ്റ്, സിനി ലൈഫ്, കക്കിരി ആൻഡ് ഫാമിലി തുടങ്ങിയ യൂട്യൂബ് ചാനലുകളാണ് തനിക്കെതിരെ വീഡിയോ ചെയ്യുന്നതെന്നും രേഖ തുറന്നു പറയുന്നു. എല്ലാ യൂട്യൂബേഴ്സിനെയും അല്ല താൻ കുറ്റപ്പെടുത്തിയെന്നും അങ്ങനെ കരുതിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും രേഖ പറയുന്നു. രേഖ രതീഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേർ എനിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് സന്തോഷം തോന്നി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എന്റെ പരാതികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്നും പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തെ മാനസികാവസ്ഥ ചിലപ്പോൾ എന്നെ അങ്ങനെയാകാൻ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അത് ആരെയെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ നിമിഷം ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുമെന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എന്റെ മുന്നിൽ വന്ന മുഖം മുഖ്യമന്ത്രിയുടേത് ആയിരുന്നു. അതെന്റെ അവസാന ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റാ മുഖേനയാണോ ഇതൊക്കെ അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. വർഷങ്ങളോളം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നേട്ടമുണ്ടായിട്ടില്ല. ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എന്റെ മകനുമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 മാസമായി എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായി കാര്യങ്ങൾ. മറുനാടൻ മലയാളി, എബാ ഡിബേറ്റ്, സിനി ലൈഫ് എന്നിവരാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തത്. ഇതിൽ മറുനാടനും സിനി ലൈഫുമാണ് എനിക്കെതിരെ വിത്തുകൾ പാകിയത്. 14 വർഷം മുൻപ് ആത്മഹത്യയിലേക്ക് എന്നെ എത്തിച്ചതാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എബാ ഡിബേറ്റിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളും വാക്കുകളും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അത്. ഞാനും മകനും വളരെയധികം വേദനിച്ച വീഡിയോ ആയിരുന്നു അത്. അതുപോലെ കക്കിരി ആൻഡ് ഫാമിലി. ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? സാരി മാറ്റുന്നത് പോലെയാണ് മകൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ദൈവത്തെ ഓർത്ത് ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷെ പ്ലീസ് ജീവിക്കാൻ അനുവദിക്കൂ. ഞാനും എന്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത്. എന്നെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി. അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി. എന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംബ്നെയിലുകൾ ഇട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ്. അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ഞങ്ങളെ തകർക്കാനോ മാനസിക സമ്മർദ്ദത്തിലാക്കാനോ ശ്രമിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയെന്നാണ് രേഖ പറയുന്നത്.